മുറുകെ പിടിച്ച ജപമാല വിയർപ്പ് തുള്ളിയാൽ കുതിരുമ്പോഴും ഉപ്പുരസമുള്ള കണ്ണുനീർ തുള്ളികൾ കവിളിൽ ചാലുകൾ തീർക്കുമ്പോഴും ആ കുരിശിനെ നോക്കി, ആ ക്രൂശിതനെ നോക്കി അവനോട് ചേർന്ന് കോർത്തിണക്കിയ ആത്മീയ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചത് എത്രയോ പേർ. അവരെ സ്മരിച്ചുകൊണ്ട് ഹോളി ബീറ്റ്സിൻ്റെ മറ്റൊരു അധ്യായം ഇതാ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. ഹോളി ബീറ്റ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുമ്പോൾ ആദ്യം പാടാനെത്തുന്നത് ബിയോൾ ആണ്. സോ ലെറ്റ് മീ വെൽക്കം ബിയോൾ ഓൺ ടു ദ സ്റ്റേജ്. ഹായ് ബിയോൾ. ഹായ്. എന്തുണ്ട് വിശേഷം? സുഖം. മോളെ ഹോളി ബീറ്റ്സിൽ ഏറ്റവും ആദ്യം പാടുന്നത് ഏത് സീസണിലാണ്? ഞാൻ 14th. ഇപ്പം നമ്മൾ 18th നിൽക്കുന്നല്ലേ. അപ്പം മോളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ അധികം പാട്ടുകൾ പഠിക്കാൻ പറ്റി, പാടാൻ പറ്റി. ഉറപ്പായിട്ടും. ഇന്ന് മോളെ ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഞാൻ അലിവായൻ നാവിലലിയാൻ എന്ന് പറഞ്ഞ പാട്ടാണ്. ബിയോൾ, ഈ പാട്ട് സെലക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ? കേട്ടപ്പം വളരെ ഇഷ്ടം തോന്നി, അപ്പോൾ എടുത്ത പാട്ടാണ്. പിന്നെ ഇത് എഴുതിയിരിക്കുന്നത് മനു മാത്യു അബ്രഹാം സാറാണ്. പിന്നെ പാടിയിരിക്കുന്നത് ശ്രേയ ജയദീപാണ്. അപ്പോൾ മോളെ നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ബീറ്റ്സിൽ അടുത്ത ഗാനം ആലപിക്കാൻ എത്തുന്നത് അലീനയാണ്. സോ ലെറ്റ് മീ വെൽക്കം അലീന ഓൺ ടു ദ സ്റ്റേജ്. ഹായ് അലീന. ഹലോ. അപ്പോൾ ആദ്യമായിട്ടാണല്ലേ ഹോളി ബീറ്റ്സിന്റെ വേദിയിൽ പാടാൻ എത്തുന്നത്? അതെ. ഇവിടെ വന്നപ്പോൾ എങ്ങനെയുണ്ട്, എന്ത് തോന്നുന്നു ഇപ്പോൾ? ഭയങ്കര സന്തോഷമാണ്, വേറെ അനുഭവമാണ്. മോളുടെ വീട് എവിടെയാ? ഞാൻ കോട്ടയം ചങ്ങനാശ്ശേരി. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 12th സ്റ്റാൻഡേർഡ്. ഓക്കെ. മോള് സ്കൂളിലൊക്കെ പാട്ടൊക്കെ പാടാറുണ്ടോ? ഉണ്ട്. ഇന്ന് ഏത് പാട്ടാ ഹോളി ബീറ്റ്സിന്റെ വേദിയിൽ പാടുന്നത്? സർവ്വനന്മകൾ എന്നും പറഞ്ഞ പാട്ടാണ്. ഈ പാട്ട് സെലക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ? പഴയ പാട്ടാണ്, പിന്നെ മിസ്സസ് അമ്മിണി മാത്യു എഴുതിയതും കെസ്തർ ആലപിച്ചതും ആയതുകൊണ്ടിട്ട് ആ പാട്ട് സെലക്ട് ചെയ്തു. ഓക്കെ. അപ്പോൾ മോളെ നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സർവദാനങ്ങൾക്കും ഉറവിടമാ
ബീറ്റ്സിൽ അടുത്ത ഗാനം ആലപിക്കുന്നത് ആന്റൺ ആണ്. സോ ലെറ്റ് മീ വെൽക്കം ആന്റൺ ഓൺ ടു ദ സ്റ്റേജ്. ഹായ് ആന്റൺ. ഹലോ. സുഖമായിട്ടിരിക്കുന്നല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ആന്റൺ ഹോളി ബീറ്റ്സിന്റെ ഏത് സീസണിൽ ആദ്യമായിട്ട് പാടുന്നത്? ഞാൻ 15 ഇപ്പം നമ്മൾ 18 നിൽക്കുന്നല്ലേ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു യാത്ര? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സന്തോഷം. ഓക്കെ, ഇന്ന് ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഓ പാവനാത്മാവേ എന്നുള്ളൊരു സോങ്ങാണ്. അത് എഴുതിയിരിക്കുന്നത് മാർട്ടിൻ മഞ്ഞപ്ര, പാടിയിരിക്കുന്നത് ബിജു കരുക്കുറ്റി. ഈ പാട്ട് സെലക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ? സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് ലഭിച്ച കുറച്ച് ദിവസങ്ങളാണ് കടന്നു പോയത്. അപ്പം അതുകൊണ്ട് ഈ പാട്ട് സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പം പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്തിൽ ആ നിറവിൽ നിന്നുകൊണ്ട് തന്നെ നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പാവനാത്മാവേ, ശൂന്യത നിറയുമി താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഓ പാവനാത്മാവേ, ശൂന്യത നിറയുമി താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. പാവനാത്മാവേ, ദാഹങ്ങളേറെയുള്ള എൻ മനസ്സിൽ മോഹങ്ങളേറെയുള്ള എൻ ഹൃദയത്തിൽ നിറഞ്ഞിടുക. വീണ്ടും സ്നേഹം നൽകുക, എൻ്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഓ പാവനാത്മാവേ, ദാഹങ്ങളേറെയുള്ള എൻ മനസ്സിൽ മോഹങ്ങളേറെയുള്ള എൻ ഹൃദയത്തിൽ നിറഞ്ഞിടുക. വീണ്ടും സ്നേഹം നൽകുക, എൻ്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. പാവനാത്മാവേ, മുള്ളുകൾ നിറയും എൻ മരുഭൂവിൽ പാപങ്ങളേറെയുള്ള എൻ
ജഡത്തിന്മേൽ തീടുക. വീണ്ടും ശുദ്ധി നൽകുക, വീണ്ടും അഗ്നി നൽകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. ഓ പാവനാത്മാവേ, മുള്ളുകൾ നിറയും എൻ മരുഭൂവിൽ പാപങ്ങളേറെയുള്ള എൻ ജഡത്തിന്മേൽ തീടുക. വീണ്ടും ശക്തി നൽകുക, വീണ്ടും അഗ്നി നൽകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. ഹോളി ബീറ്റ്സിൽ ഇനി അടുത്തതായി ഒരു ട്രയോ സോങ് ആണ്. പാട്ട് പാടാനായിട്ട് 3 പേര് ഇവിടെ റെഡിയാണ്. സോ ലെറ്റ് മീ വെൽക്കം ദ സിംഗേഴ്സ് ഓൺ ടു ദ സ്റ്റേജ്. ഹായ് ഓൾ. ഹായ്. നിങ്ങൾ 3 പേരും ചേർന്ന് ആദ്യമായിട്ടാണല്ലേ ഒരു ട്രയോ പാടുന്നത്? അതെ. നിങ്ങളുടെ പേര് പറഞ്ഞൊന്ന് പരിചയപ്പെടാം അല്ലേ? എൻ്റെ പേര് ലിഖിന. എൻ്റെ പേര് സാനു. എൻ്റെ പേര് സ്റ്റെഫിൻ. 3 പേരും ചേർന്ന് ഏത് പാട്ടാണ് ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്? വാവാ ഈശുവേ എന്ന് പറഞ്ഞൊരു സോങ് ആണ്. കുർബാന സ്വീകരണത്തിന്റെ സമയത്ത് പാടുന്ന പാട്ടല്ലേ? അപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഓർക്കസ്ട്രയും കോറസും എല്ലാവരും റെഡിയാണ്. അപ്പം നിങ്ങൾ 3 പേരും നല്ല തകർത്ത് പാടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വാവാ യേശുവേ എൻ്റെ ഉള്ളിൽ വാ. വാവാ സ്നേഹമേ ആത്മഭാഗ്യമേ. എൻ മനം കാത്തിരിപ്പൂ നിൻ സ്വരം കാതോർത്തിരിപ്പൂ. സൗഖ്യദായക നീ വരേണമേ. വാവാ യേശുവേ എൻ്റെ ഉള്ളിൽ വാ. വാവാ സ്നേഹമേ ആത്മഭാഗ്യമേ. നീറും തടത്തിൽ നീ കുളിർത്തന്നലാ. നീറും തടത്തിൽ നീ കുളിർത്തന്നലാ. നീയാണെൻ്റെ കണ്ണു നീറുപ്പിടുമോ, നിൻ മാറിൽ ചേർത്തിടുമോ. യേശുവേ എൻ്റെ ഉള്ളിൽ വാ. വാവാ സ്നേഹമേ ആത്മഭാഗ്യമേ. ഉള്ളം ദാഹിക്കുന്നു
പാരിൽ നിന്റെ നാമം പാടും പൂങ്കുയിലാ, പാരിൽ നിന്റെ നാമം പാടും പൂങ്കുയിലാ, പൂമരത്തിൻ്റെ ചില്ല പോലെൻ ഹൃദയം നിന്നെ കാത്തിരിപ്പൂ. യേശുവേ എൻ്റെ ഉള്ളിൽ വാ, 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 സ്നേഹമേ ആത്മഭാഗ്യമേ. ഹോളി ബീറ്റ്സിന്റെ മറ്റൊരു മനോഹരമായ അധ്യായം ഇതാ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ പാട്ടുകളെല്ലാം നിങ്ങൾ ആസ്വദിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അടുത്ത ആഴ്ച ഇതുപോലെ തന്നെ കൂടുതൽ നല്ല ഗാനങ്ങളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. താങ്ക് യു സോ മച്ച് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ടു ഹോളി ബീറ്റ്സ്.